ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ബുദ്ധിപൂർവം ഈ പാറ്റകളെ അങ്ങ് സ്പോൺസർ ചെയ്തു. അതിൻ്റെ ബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റകളും എല്ലാവരും കൂടെ പുള്ളിയുടെ രാജി ആവശ്യപ്പെടുമ്പോൾ മോദി സർക്കാർ ആസ് സച്ച് മോദി മാത്രമല്ല എല്ലാവരും ടഫാകും. അങ്ങനെ ഒരു ആവശ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കരുത്. രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു പേടിയുണ്ട്. ഈ അഭിജിത് ദീപ്കെ എന്നുള്ള പയ്യനെ സ്പോൺസർ ചെയ്തിട്ട് BJP വലുതാക്കി തനിക്കെതിരെയുള്ള ഒരു ബിംബമാക്കി മാറ്റുമോ എന്നുള്ള പേടിയുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ ഇവരുടെയൊക്കെ ടാർഗറ്റ് ആവുന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാൻ സിലബസിൽ കൈവച്ചു. സിലബസിൽ ഈ അനാവശ്യമായിട്ട് മുഗൾ രാജാക്കന്മാരെ പുകഴ്ത്തുന്ന ഭാഗങ്ങൾ എടുത്തു കളഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം വരുത്താൻ ഇദ്ദേഹം തുടങ്ങി. അതോടെ ഇടതുപക്ഷ ഗ്രൂപ്പുകളുടെ ബഹളവും തുടങ്ങി. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അങ്ങനെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ല. അതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളിയെ നേരിടുകയാണോ? ഇങ്ങനെയുള്ളൊരു ചോദ്യത്തിനുള്ള കാരണം CJP കോക്രോച്ച് ജനതാ പാർട്ടി വളരെ ശക്തമായ പ്രതിഷേധവുമായി ഡൽഹിയിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. JP നദ്ദ CJP നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു ഫോഴ്സ് ടു റെക്കൺ ആയി അവർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ പല വിഷയങ്ങളും അവിടെയും ഇവിടെയുമായി പ്രതിഷേധത്തിന് ഇടയാക്കിക്കൊണ്ട് കേന്ദ്രത്തിനെതിരെ വിരൽ ചൂണ്ടുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്, കേന്ദ്രത്തിലെ BJP സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ വളരെ ഗൗരവതരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന്. നമ്മോടൊപ്പം ചേരുന്നു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ രാഷ്ട്രീയ നിരൂപകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. സർ, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ജന്തർ മന്തർ സംഘർഷാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. ശക്തമായ പോലീസ് നടപടി അവർക്കെതിരെ ഉണ്ടായി എന്നും കേൾക്കുന്നുണ്ട്. എങ്ങോട്ടാണ് CJP പോകുന്നത്? ഇത് CJPയുടെ ഒരു ശക്തി പ്രകടനമൊന്നുമല്ല. ഇത് സംഭവിച്ചിരിക്കുന്നത് അവരുടെ ഇന്നലത്തെ കഴിഞ്ഞ ഒരു 2-3 ദിവസത്തെ അവരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ ഒരുപാട് ആൾക്കാർ ചേർന്നതായിട്ട് നമുക്ക് കാണാം. അതിലൊരു ഗ്രൂപ്പ് കാശ്മീരിലെ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ്. പിന്നെ വഖഫ് ഭേദഗതി നിയമം അത് പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ്. FCRA ഭേദഗതി നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്ന വേറൊരു ഗ്രൂപ്പ്. പിന്നെ ഈ LGBTQ അവകാശങ്ങൾ നിലനിർത്തണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് അവരുടെ എന്താ ആവശ്യമെന്ന് മനസ്സിലായില്ല. ഏതായാലും ആ ഒരു ഗ്രൂപ്പ്. പിന്നെ നമ്മുടെ ട്രഡീഷണൽ SFI, AISA, ഐസ നക്സലൈറ്റുകളുടെ ഇവരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അവരൊക്കെ ചേർന്ന് ബേസിക്കലി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, അവിടുത്തെ വിദ്യാർത്ഥികൾ, പിന്നെ ഈ സമരം ജോലിയായി ഏറ്റെടുത്ത ആൾക്കാരുണ്ടല്ലോ, യോഗേന്ദ്ര യാദവ്, അതുപോലെയൊക്കെയുള്ള ടീം. മനീഷ് സിസോദിയ ഈ ബഹളത്തിൻ്റെ നടുക്കുണ്ട്. അതെ. അപ്പോൾ ഇന്നിപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു നേതാവില്ല. ഉള്ള നേതാവ് അഭിജിത് ദീപ്കെ, പിന്നെ വാടകയ്ക്കെടുത്ത നേതാവ് അങ്ങേരുടെ എന്താ പേര്, പട്ടണം കിടന്ന ആള്, സോനം വാങ്ചുക്. ഈ 2 പേരാണുള്ളത്. സോനം വാങ്ചുക് സഫ്ദർജംഗ് ആശുപത്രിയിലാണ്. അതെ. അഭിജിത് ദീപ്കെ ആണെന്ന് തോന്നുന്നു JP നഡ്ഡയുമായിട്ട് സംസാരിക്കാൻ പോയിരിക്കുന്നത്. അതെ. അതോ ഇനി വേറെ വല്ലവരും ആണെന്ന് അറിഞ്ഞുകൂടാ. അവിടെ ഒരു കൺഫ്യൂഷൻ നിലവിലുണ്ട്, ഒരു നേതൃത്വ പ്രതിസന്ധിയുണ്ട് ഇവർക്ക്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, ഈ തടിച്ചുകൂടിയ പിള്ളേരോട് എന്ത് ചെയ്യണമെന്ന് പറയാൻ ആരുമില്ല. അപ്പോൾ അവർ പാർലമെൻറ്റ് മാർച്ചാണല്ലോ, നേരെ പാർലമെൻറ്റിന് നേർക്ക് വെച്ച് പിടിച്ചു. വഴിയിൽ പോലീസ് തടഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പാർലമെൻറ്റ് മാർച്ചല്ലേ, ഈ മാർച്ച് തടഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അവരോട് പറഞ്ഞിട്ടില്ല. സാധാരണ നമ്മളിവിടെ സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ നടക്കുമ്പോൾ ഇത് ബാരിക്കേഡ് പിടിച്ചൊന്ന് കുലുക്കും, ജലപീരങ്കി വന്നിട്ട് 4 ചീറ്റും. അതോടെ ആൾക്കാർ പിരിഞ്ഞ് വീട്ടിൽ പോകും.
ഇത് ഈ പിള്ളേരോട് ആരും പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് പിള്ളേർ അവിടെ റോഡിൽ നിൽക്കുന്നു. പോലീസുകാർ അവരെ തടഞ്ഞ് നിൽക്കുന്നു. പോലീസിനോട് ഒരു കാരണവശാലും ബലം പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് ടിയർ ഗ്യാസ് ഷെല്ല് ഉപയോഗിക്കുന്നു, ഈ ജലപീരങ്കി ഉപയോഗിക്കുന്നു. എന്നാലും 1-2 സ്ഥലത്ത് ലാത്തി ചാർജ് നടന്നു എന്നും വിഷ്വൽസിൽ കാണുന്നുണ്ട്. അത് മലയാളം ചാനലുകൾ കാണിച്ചോ എന്നറിയില്ല. കാരണം ഇത് പല റോഡുകളിലായിട്ടാണ് ഇവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും റിപ്പോർട്ടർമാരുണ്ടെങ്കിൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഹിന്ദി ചാനലുകളൊക്കെ അത് കാണിക്കുന്നുണ്ട്. പല സ്ഥലത്തായിട്ട് പല രീതിയിൽ പല സംഭവങ്ങളായിട്ട് നിൽക്കുന്നു. ഏതായാലും പോലീസ് സംയമനം പാലിച്ച് ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ശാന്തമായിരിക്കും. ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇവരെ അറിയിക്കാൻ മാർഗ്ഗമില്ല. ആരോട് പറയണമെന്നറിയില്ല. ജെ പി നഡ്ഡയുമായിട്ട് ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പിള്ളേരോട് പറയണ്ടേ? പിള്ളേർ മാത്രമല്ല, അതിനകത്ത് വയസ്സന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ആബാലവൃദ്ധം ജനങ്ങളും പിന്നെ കൊങ്ങിണിമാരും ഒക്കെ എന്ന് പറയുന്ന പോലെ എല്ലാവരും കൂടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വെറും ചെറുപ്പക്കാരുടെ ജെൻസി കലാപമൊന്നുമല്ല. കൗതുകത്തോടെ ഇത് കാഴ്ച കാണാൻ വന്നവരുമൊക്കെ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അതാണ് ഒരു വശം. അവിടെ വലിയൊരു ജനക്കൂട്ടം സംഘടിപ്പിക്കാൻ അവർക്ക് സാധിച്ചു അല്ലേ? അതെ അതെ, ജനക്കൂട്ടം സംഘടിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഈ പലവിധ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളിൽ എല്ലാവരും ഒരു ഒരുമിച്ച് ദിവസം കൊണ്ടുവന്നു. ഒരു സ്ഥലത്ത് ഒന്നു ചേർന്നിരിക്കുകയാണ്. അല്ലാതെ എല്ലാ ഗ്രൂപ്പിനും കൂടെ ഒരാവശ്യമൊന്നുമല്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഇപ്പോൾ പുറകോട്ട് പോയി. അതെ. ഇന്നലത്തെ അവരുടെ പ്രസംഗത്തിൽ ഒരേ ഒരാൾ മാത്രമാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടത്. അയാൾക്ക് ഈ മന്ത്രിയുടെ പേര് അറിഞ്ഞുകൂടാനായിട്ട് അയാൾ മഹേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ രീതിയിൽ അപഹാസ്യ നാടകങ്ങളാണ് അരങ്ങേറുന്നത്. ഇതിനിടയിൽ ഈ CJP നേതാക്കളെ വിലക്കെടുത്തു എന്നുള്ള ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ നിന്ന് അവർ ഒരല്പം ഒന്ന് റിലാക്സ്ഡ് ആയതുകൊണ്ടായിരിക്കണം. അല്ല, അത് സത്യമാകാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഞാൻ തുടക്കത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. ഞാനത് ഏതോ ചർച്ചയിൽ പറഞ്ഞിട്ടുമുണ്ട്. അതെ, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആ മനുഷ്യൻ രാജിവെക്കുന്നത് ഇത് ഇത്രയൊക്കെ കുളമായില്ലേ. ഇപ്പം ഞാൻ മാത്രമല്ല, BJP അനുകൂലികളായ ധാരാളം പേര് ഇതാവശ്യപ്പെട്ടു, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി. അത് കഴിഞ്ഞ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഈ ആവശ്യം ഉന്നയിച്ചു. തുടക്കത്തിൽ അവർക്ക് ഈ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞങ്ങളുടെ ആയിരുന്നു ആവശ്യം. ഇവർ കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങുമ്പോൾ എന്താ റിട്ടയറായ ജഡ്ജിമാരെ നിയമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങിയത്. അന്ന് ഈ നീറ്റ് സംഭവം നടന്നിട്ടില്ല. നീറ്റ് സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അവരതിൽ കയറി പിടിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട, ഈ പാറ്റ പറഞ്ഞിട്ടൊന്നും രാജിവെക്കേണ്ട കാര്യമില്ല, എന്നെപ്പോലുള്ളവർ പറഞ്ഞിട്ട് രാജിവെച്ചാൽ മതി എന്നുള്ള അവസ്ഥ. അത് ത്രൂ ഔട്ട് ഇന്ത്യ അങ്ങനെയായി. ഈ പ്രോ ഹിന്ദു, പ്രോ BJP ഒക്കെയുള്ള ആൾക്കാർ തിരിഞ്ഞു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട. ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ബുദ്ധിപൂർവം ഈ പാറ്റകളെ അങ്ങ് സ്പോൺസർ ചെയ്തു. അതിൻ്റെ ബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാറ്റകളും എല്ലാവരും കൂടെ പുള്ളിയുടെ രാജി ആവശ്യപ്പെടുമ്പോൾ മോദി സർക്കാർ ആസ് സച്ച്, മോദി മാത്രമല്ല എല്ലാവരും ടഫാകും. അങ്ങനെ ഒരു ആവശ്യത്തിന് മുമ്പിൽ മുട്ടുമടക്കരുത്, മുട്ടുമടക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. ഇതാണല്ലോ സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ്റെ റിയാക്ഷൻ. ആ റിയാക്ഷൻ വരും. അപ്പോൾ പിന്നെ തൻ്റെ രാജിക്ക് സമ്മർദ്ദം ഉണ്ടാവില്ല എന്ന് കണക്ക് കൂട്ടിയിട്ട് ഇവർക്ക് കുറച്ച് കാശ് ധർമ്മേന്ദ്ര പ്രധാൻ കൊടുത്തു എന്നാണ് ആരോപണം. അത് ബേസിക്കലി കോൺഗ്രസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. കോൺഗ്രസിനൊരു ലോജിക്കുണ്ട് അതിൽ. എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി ഇതുവരെ ഈ കോക്രോച്ച് പരിപാടിക്ക് പോയിട്ടില്ല. അതെ അതെ, ബാക്കിയുള്ള പാർട്ടിക്കാരൊക്കെ രാഹുൽ ഗാന്ധി പ്രത്യേകം പുള്ളി രാജസ്ഥാനിലും പിന്നെ ഉത്തരാഖണ്ഡിലോ അവിടെ ഇവിടെയൊക്കെ 1-2 സ്ഥലത്ത് ഇവരുടെ കോൺക്ലേവ് ഒക്കെ നടത്തി വിദ്യാർത്ഥികളുടെ. അങ്ങനെ പോവുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി കൂട്ടുകൂടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ ഇഷ്യൂ അഭിജിത് ദീപ്കെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പരാതിയല്ല, പേടി. അതാണ് ഈ പണ്ട് രാഹുൽ ഗാന്ധിയുടെ സർക്കാർ അധികാരത്തിൽ, മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിലിരുന്നപ്പോഴാണ് ഇതുപോലെ നമ്മുടെ അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ സമരം നടന്നത്. അവസാനം അരവിന്ദ് കെജ്രിവാൾ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വന്നു.
കോൺഗ്രസിനെ അപ്രസക്തമാക്കി ഡൽഹിയിൽ. 3 തവണ തുടർച്ചയായിട്ട് കോൺഗ്രസ് ഭരിച്ച ഡൽഹിയിൽ കോൺഗ്രസിന് അഡ്രസ്സ് ഇല്ലാതെയാക്കി കളഞ്ഞു. അതുപോലെ ഈ അഭിജിത് ദീപ്ക്ക് എവിടെയെങ്കിലും കയറി ഷൈൻ ചെയ്ത് കളയുമോ എന്നുള്ളൊരു പേടി രാഹുൽ ഗാന്ധിക്കുമുണ്ട്. ഓ. അതേസമയം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ധർമ്മേന്ദ്ര പ്രധാനെതിരായ ഒരു സെൻറ്റിമെൻറ്റ് നിലവിലുണ്ടല്ലോ. ആ സെൻറ്റിമെൻറ്റിൻ്റെ കൂടെ താനും ഉണ്ട് എന്നറിയിക്കാനായിട്ട് മിനിഞ്ഞാന്ന് പവൻ ഖേഡയെ ഈ ജന്തർ മന്ദിറിലേക്ക് വിട്ടു. പവൻ ഖേഡ അവിടെ പോയിട്ട് സോനം വാങ്ചുക്കിനോട് പറഞ്ഞു നിരാഹാരം അവസാനിപ്പിക്കണം, എണീറ്റ് എന്തെങ്കിലും കഴിക്കുകട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ പേരിന് ഒരു സപ്പോർട്ട് ചെന്നില്ല എന്ന് വേണ്ട, അതുകൊണ്ടൊരു ലൈറ്റ് വെയ്റ്റ് കോൺഗ്രസ്സുകാരനെ അവിടെ വിടുകയും ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു പേടിയുണ്ട്. ഈ അഭിജിത് ദീപ്കെ എന്നുള്ള പയ്യനെ സ്പോൺസർ ചെയ്തിട്ട് BJP വലുതാക്കി തനിക്കെതിരെയുള്ള ഒരു ബിംബമാക്കി മാറ്റുമോ എന്നുള്ള പേടിയുണ്ട്. ആ പേടി ഉള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നേരിട്ട് ഇതിൽ ഇടപെടുന്നത്. അല്ലെങ്കിൽ സകല കച്ചറകളിലും രാഹുൽ ഗാന്ധി വന്ന് തലയിടേണ്ടതാണ്. തീർച്ചയായിട്ടും ഇല്ല. അല്ല സർ, ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിയിട്ടുണ്ടാകണോ JP നദ്ദ CJP നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചത്, അവർക്കൊരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട്? അല്ല, ഇതേ ഞാനീ പറയുന്നതൊക്കെ ശുദ്ധ അഭ്യൂഹങ്ങളാണ്. ഈ ദില്ലിയുടെ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ നടക്കുന്ന അപവാദങ്ങൾ. അതെത്ര കണ്ട് വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. അവരെ ഒന്ന് അംഗീകരിച്ച് ഒന്ന് വലുതാക്കി വിട്ടേക്ക്. അപ്പോൾ JP നഡ്ഡ ചർച്ചയ്ക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുൻ BJP പ്രസിഡന്റ്, ഇപ്പം മന്ത്രി, ഇപ്പോൾ ആൾ ബഡ പാർട്ടിയല്ലേ. അതെ. അപ്പോൾ അങ്ങേരുമായിട്ട് ചർച്ച ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഫിഗറാകും. ഫിഗറായി കഴിയുമ്പോൾ സംഭവിക്കുന്ന ക്ഷീണം കോൺഗ്രസ്സിനാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഈ സമരത്തിൻ്റെ കൂടെ ചേരാത്തത്. ഇടതുപക്ഷത്തിനും ഇതേ തകരാറുണ്ടാവും. അവരുടെ കുറച്ചെങ്കിലും JNUവിലുള്ള ഇടതുപക്ഷ പിള്ളേരുണ്ടല്ലോ, ആ പിള്ളേർ അപ്രസക്തരാകുകയും അപരിചിതരായ വേറെ കുറേ പിള്ളേർ നേതൃസ്ഥാനത്തേക്ക് വരികയും ചെയ്യും. ഇത് ഡിറ്റോ ഇത് ഈ കേജ്രിവാൾ സമരത്തിൻ്റെ കാലത്ത് സംഭവിച്ച പ്രതിഭാസമാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ BJPയുടെ അടിവേര് തോണ്ടി കേജ്രിവാൾ കൊണ്ടുപോകേണ്ടതാണ്. BJP ആയതുകൊണ്ടും അവർക്ക് അസാമാന്യമായ സംഘടനാ ദാർഢ്യമുള്ളത് കൊണ്ടും അവർ കാലുവഴുക്ക് വീഴാതെ പിടിച്ചു നിന്നു. എന്നിട്ട് പോലും കേജ്രിവാൾ 2.5 തവണ ഡൽഹി ഭരിച്ചു. അപ്പോൾ അത്രയ്ക്കാണ് ഇതുപോലത്തെ ഈ ഒരു തീപ്പൊരി കിട്ടിയാൽ അത് ആളി കത്തിക്കാനുള്ള മനുഷ്യരുടെ കഴിവ്. അത് ശരിക്കും ഉപയോഗിച്ച ആളാണ് കേജ്രിവാൾ. അത് ഈ അഭിജിത് ദീപ്കെ എത്ര പൊട്ടനാണെന്ന് നമ്മൾ പറഞ്ഞെങ്കിലും അത് ഒരു സമരം അവൻ സംഘടിപ്പിച്ച് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന സ്ഥിതിക്ക് അവനെ ഒന്ന് വലുതാക്കിയില്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഒന്ന് വലുതാക്കി കൊടുക്കുക അറ്റ് ദ എക്സ്പെൻസ് ഓഫ് കോൺഗ്രസ്, നോട്ട് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് BJP. BJPക്ക് BJPയുടെ കേഡറും ABVPയും സംഗതിയൊക്കെ ഉണ്ട് അവരെ സഹായിക്കാൻ. അപ്പോൾ കൈ നനയാതെ മീൻ പിടിക്കാനുള്ള BJPയുടെ ഒരു തന്ത്രമായിട്ടാണ് ഇന്നത്തെ ചർച്ചയെ ഞാൻ കാണുന്നത്. ഓക്കെ. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനും അമിത്ഷായും കൂടിക്കാഴ്ച നടത്തുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സീരിയസ് ആയിട്ട് എടുത്ത് ഇനി അടുത്ത നടപടികളിലേക്ക് പോകുന്ന ഒരു തരത്തിലേക്ക് BJP കടന്നിട്ടുണ്ടാകുമോ, അതോ ഇപ്പോൾ JP നദ്ദയുടെ ചർച്ചയിൽ ഒതുങ്ങാനുള്ള സാധ്യതയാണോ ഉള്ളത്? ധർമ്മേന്ദ്ര പ്രധാനും അമിത്ഷായും തമ്മിൽ ഒരു ചർച്ച നടത്തിയിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്കത്ത് കൊടുക്കും എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ഓക്കെ. അത് വേറെ എന്തോ കാര്യത്തിന് ചർച്ച നടത്തിയായിരിക്കും, അല്ലെങ്കിൽ ചർച്ച നടത്തുകയാണ് എന്നൊരു വാർത്ത വെളിയിൽ വരാനായിട്ട് ചെയ്തതുമാകാം. ഓക്കെ. ധർമ്മേന്ദ്ര പ്രധാൻ രാജി കൊടുക്കണമെങ്കിൽ നേരത്തെ തന്നെ ഈ നീറ്റ് ഇഷ്യൂ ഉണ്ടായിട്ട് ഒരുപാട് പേര് രാജി ആവശ്യപ്പെട്ടതാണ്. അന്ന് ധർമ്മേന്ദ്ര പ്രധാൻ അത് ചെയ്യാമായിരുന്നു. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന് അനുകൂലമായിട്ടും ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ നീറ്റിൽ ഈ പ്രശ്നമുണ്ടായി, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്, അതാണല്ലോ ഉണ്ടായത്. അതെ. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷ മാറ്റിവെക്കും, പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് പുതിയ പരീക്ഷ നടത്തും. ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പരീക്ഷാ പേപ്പർ ചോർന്നാൽ അത് അടുത്ത പരീക്ഷ നടത്തുക, വേറെ മാർഗ്ഗമില്ല, വേറെ ചോദ്യക്കടലാസുമായിട്ട് അടുത്ത പരീക്ഷ നടത്തുക. ഇത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. നീറ്റ് പരീക്ഷയുടെ പേപ്പർ ലീക്കാകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. പേപ്പർ ലീക്കിൻ്റെ കേന്ദ്രം ഇവിടെയാണ്, രാജസ്ഥാനാണ്. കേരളത്തിൽ PSCയിൽ നടക്കുന്നത് എന്താ? നീറ്റ് പരീക്ഷയുടെ പേരിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെങ്കിൽ കേരളത്തിൽ മൊത്തം ക്യാബിനറ്റ് രാജിവെക്കണ്ടേ?
നമ്മളെന്താ മോശക്കാരാണോ ചോദ്യപേപ്പർ ചോർത്താൻ? ഈ ചോദ്യപേപ്പർ ചോർച്ചയൊക്കെ ഇതിൽ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് കടുത്ത മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ കോച്ചിങ് സെൻറ്റർ, ഇപ്പോൾ ടീച്ചിങ്ങില്ലല്ലോ, കോച്ചിങ് ആണ് എല്ലാം. സത്യസന്ധമായിട്ട് +2 വരെ പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ പരീക്ഷകളിൽ, മത്സര പരീക്ഷകളിൽ ജയിക്കണമെന്നില്ല. കാരണം മത്സര പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ സിലബസിൽ ഉണ്ടാവില്ല. സിലബസിലെ ചോദ്യങ്ങളും വന്നു എന്ന് വരാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ മത്സര പരീക്ഷയ്ക്ക് വേറെ തയ്യാറെടുക്കണം. അതിൻ്റെ ഫലമായിട്ട് കോച്ചിങ് സെൻറ്റർ ഉണ്ടാക്കി. നമ്മുടെ ഇപ്പോൾ TV വാർത്തയായിട്ട് വരുന്ന ഒരു കോച്ചിങ് സെൻറ്ററുണ്ട്. പാലായിലെ ഒരു സ്ഥാപനം. അവർ പരസ്യമായിട്ടല്ല, വാർത്തയായിട്ടാണ് അവരുടെ മഹത്വം കൊടുക്കുന്നത്. എല്ലാ ചാനലുകളും അത് കാണിക്കുന്നുണ്ട്, കാശും മേടിക്കുന്നുണ്ട്. ഈ അഡ്വർട്ടോറിയൽ എന്നൊക്കെ പത്രങ്ങൾ പറയുമല്ലോ, അതുപോലത്തെ ഏർപ്പാട്. കണ്ടാൽ വാർത്ത, പക്ഷെ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് പരസ്യമാണെന്ന് മനസ്സിലാവും. ഇങ്ങനത്തെ കോച്ചിങ് സെൻറ്ററുകൾ വന്നു. കോച്ചിങ് സെൻറ്ററിൻ്റെ ആവശ്യം എന്താ? എൻ്റെ കോച്ചിങ് സെൻറ്ററിൽ 100% പേർക്ക് ജയം ഉണ്ടാകുകയും ലിയോയുടെ കോച്ചിങ് സെൻറ്ററിൽ 10 പേര് പോലും ജയിക്കാതെ വരികയും ചെയ്യണം. അപ്പോഴേ എനിക്ക് ഗുണമുള്ളൂ. ഞാൻ ഏത് വിധേനയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയെടുക്കാൻ ശ്രമിക്കും. എന്നിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു 10 ചോദ്യം കൂടെ അഡീഷണൽ ചേർത്ത് പിള്ളേരെ പഠിപ്പിക്കും. പിള്ളേർ പിറ്റേ ദിവസം പോയി കഴിയുമ്പോൾ കറക്റ്റ് സാറ് പറഞ്ഞ, മോഹൻദാസ് സാറ് പറഞ്ഞ ചോദ്യം എല്ലാം വന്നു. ലിയോ സാറ് മഹാ തല്ലിപ്പൊളി, പുള്ളി പറഞ്ഞ് 4-5 എണ്ണേ വന്നുള്ളൂ. ഇതാണ് കളി. ഇതിൽ ലക്ഷങ്ങളും കോടികളും മുടക്കാൻ ആളുണ്ടാവും. കാരണം 30 ലക്ഷം 33 ലക്ഷം വിദ്യാർത്ഥികളോ മറ്റാണ് ഇത് എഴുതുന്നത്. 33 ലക്ഷം പേര് മത്സരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു ചോദ്യക്കടലാസിൻ്റെ വില എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. 2 കോടി 3 കോടി 4 കോടിയൊക്കെയാണ്. ഈ വാങ്ങുന്ന വിദ്യാർത്ഥികൾ പലരും 5 ലക്ഷം 30 ലക്ഷം വരെ കൊടുത്ത് വാങ്ങിയ വിദ്യാർത്ഥികളുണ്ട് ചോദ്യക്കടലാസ്. അപ്പോൾ ഈ രീതിയിൽ എന്നിട്ട് കോച്ചിങ് സെൻറ്റർ തമ്മിൽ, അത് ഉത്തർപ്രദേശിലാണ്, ഖാൻ സർ എന്നൊക്കെ പറഞ്ഞുള്ള കോച്ചിങ് ടീം, കോച്ചിങ് സെൻറ്റർ തമ്മിൽ വഴക്കായിട്ട് വെടിവെപ്പായി. ഒരു കോച്ചിങ് സെൻറ്ററിൽ രണ്ട് കോച്ചിങ് സെൻറ്ററും ഒരേ റോഡിലാണ്, അടുത്തടുത്തായിട്ടാണ്, ഓപ്പോസിറ്റ് സൈഡിൽ. ഇവൻ അവനെ കളിയാക്കിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് റോഡിൽ അടിയും ബഹളമായി. ഒരു ഗാർഡ് കയ്യിലുള്ള തോക്ക് വെച്ച് വെടിവെച്ച് ഇപ്പം ജയിലിലാണ്. ഒരാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു, മറ്റേ ആൾ ജയിലിൽ കിടക്കുന്നു. കോച്ചിങ് സെൻറ്ററിൻ്റെ അത്ര വലിയ കടുത്ത മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ താല്പര്യ സംഘർഷങ്ങളുണ്ടാവും. അത് ഇയാളുടെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ കാലത്തും ഉണ്ടായി. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇതിലിടപെട്ടിട്ട് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ അവിടെ നിന്ന് സ്ഥലം മാറ്റി, പുതിയ ചോദ്യപേപ്പർ ഉണ്ടാക്കി, അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി സേനയ്ക്ക് അപേക്ഷ കൊടുത്തു, എയർഫോഴ്സിൻ്റെ വിമാനങ്ങളിൽ ഇത് കൊണ്ടുപോയി വിതരണം ചെയ്തു. ഇങ്ങനെ ചെയ്ത് രണ്ടാമത് പരീക്ഷ നടത്തി, അതിൻ്റെ റിസൾട്ട് വന്നു, അതിൻ്റെ കൗൺസിലിംഗ് നടക്കുകയാണ് ഇപ്പോൾ. അതൊരു മോശം കാര്യമാണ്. ഒരു പ്രാപ്തിയുള്ള മന്ത്രിക്കല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, ചോർന്നെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം? അഡീഷണലായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ ധർമ്മേന്ദ്ര പ്രധാനാണ് ചെയ്തത്. മാത്രമല്ല, ധർമ്മേന്ദ്ര പ്രധാൻ ഇവരുടെയൊക്കെ ടാർഗറ്റ് ആവുന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാൻ സിലബസിൽ കൈവച്ചു. സിലബസിൽ ഈ അനാവശ്യമായിട്ട് മുഗൾ രാജാക്കന്മാരെ പുകഴ്ത്തുന്ന ഭാഗങ്ങൾ എടുത്തു കളഞ്ഞു. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് 7ൽ നിർത്തി 9ൽ എടുത്ത് കളഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം വരുത്താൻ ഇദ്ദേഹം തുടങ്ങി. അതോടെ ഇടതുപക്ഷ ഗ്രൂപ്പുകളുടെ ബഹളവും തുടങ്ങി. അവരാണ് ചരിത്രത്തിൻ്റെ അവസാന വാക്കായിട്ടിരുന്നത് ഇത്രയും കാലം. അപ്പോൾ അതിൽ ധർമ്മേന്ദ്ര പ്രധാൻ കൈവയ്ക്കുന്നതെന്ന് കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ്റെ നേർക്ക് അറ്റാക്ക് ഉണ്ടാകുന്നത്. അല്ലാതെ നീറ്റ് പേപ്പർ ചോർച്ച എന്തോ ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടാകും അങ്ങനെയൊന്നുമല്ല. പേപ്പർ ഇതിനു മുമ്പും ചോർന്നിട്ടുണ്ട്. ഡൽഹിയിൽ ചോർന്നിട്ടുണ്ട്, കാശ്മീരിൽ ചോർന്നിട്ടുണ്ട്, കന്യാകുമാരിയിൽ ചോർന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ മൊത്തം ചോർന്നിട്ടുണ്ട്. ഇത് സ്ഥിരമാണ്. ഒരു പരീക്ഷയാണോ അതിൻ്റെ ചോദ്യപേപ്പർ ചോരും. അങ്ങനെയാണ് നമ്മളുടെ PSC ഒക്കെ സംഭവിച്ചത്. അത് കൂടാതെ അതിനകത്ത് സാറന്മാരെന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിച്ച് ആ പിള്ളേരെ കയറ്റി വിടാൻ നോക്കും. ഇതെല്ലാം
കട്ട് ത്രോട്ട് കോമ്പറ്റീഷനാണ് എഡ്യൂക്കേഷൻ രംഗത്ത്. അപ്പോൾ അത് ധർമ്മേന്ദ്ര പ്രധാനെ ആക്രമിക്കാനുള്ള ഒരു കാരണമാകുന്നില്ല. ആക്രമിക്കാനുള്ള കാരണം പ്രധാനമായിട്ടും ഈ സിലബസിൽ വരുത്തിയ മാറ്റങ്ങളാണ്. അതിൽ നമ്മുടെ കേരളത്തിലെ വിവാദ വിഷയമായ PN ശ്രീ ഇതെല്ലാം ധർമ്മേന്ദ്ര പ്രധാൻ്റെ ചെയ്ത കാര്യങ്ങളാണല്ലോ. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ എല്ലാവരുടെയും ടാർഗറ്റായിരുന്നു. അത് കൺവീനിയൻ്റ് ആയിട്ട് ഈ നീറ്റ് വിഷയം വന്നപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് എല്ലാവരും കൂടെ ആക്രമിച്ചു എന്നേ ഉള്ളൂ. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അങ്ങനെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമല്ല. അതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞാൽ സിലബസ് പരിഷ്കാരത്തിൽ നിന്ന് മോദി സർക്കാർ പുറകോട്ട് പോകുന്നു എന്നുള്ള വ്യാഖ്യാനം വരെ വന്നു എന്ന് വരാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിസ്സാരമായ ഒരു അമിത്ഷായുമായിട്ടുള്ള ചർച്ചയിൽ തീരുന്ന ഒരു സംഗതി അല്ല ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി. അല്ല സാർ, ഇതിപ്പോൾ ഡൽഹിയിലെ രാഷ്ട്രീയം കുറെ കൂടി സങ്കീർണമായി കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് ഒരു സംശയം. ഭരണപക്ഷം ഒരു ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പക്ഷേ പ്രതിപക്ഷത്തെ ശൈഥില്യം ചർച്ചയാകുന്നു. അവരുടെ ഉയർത്തുന്ന വാദമുഖങ്ങൾക്ക് വേണ്ടത്ര പ്രഭാവം ചെലുത്തുവാൻ സാധിക്കാതെ പോകുന്നു. അവിടെ ഒരു പുതിയൊരു ഗ്രൂപ്പ് വരുന്നു. പണ്ട് ആം ആദ്മി പാർട്ടി വന്നതുപോലെ മറ്റൊരു കെജ്രിവാൾ ഇവിടെ ജനിക്കുകയാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലേക്ക് CJP വരുന്നു. ഇങ്ങനെ ആകെ കലങ്ങി മറിഞ്ഞ ഒരു സ്ഥിതിവിശേഷം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് എന്തിൻ്റെ സൂചനയാണ്? എല്ലാ പാർലമെൻറ്റ് സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ഇങ്ങനത്തെ ബഹളങ്ങൾ നടക്കാറുണ്ട്. മനസ്സിലായി? ഇതില്ലെങ്കിൽ വോട്ടർ പട്ടിക, വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബഹളം നടക്കും. MP-മാരുടെ ബഹളം നടന്നില്ലേ? 300 MP-മാർ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഇരച്ചു കയറിയ സംഭവം ഓർമ്മയില്ലേ? അവിടെ ഇതുപോലെ ബാരിക്കേഡ് ഇട്ട് തടഞ്ഞു. MP-മാരായിരുന്നു, വലിയ പ്രശ്നമായിരുന്നു. എന്തെങ്കിലും ബലപ്രയോഗം നടത്തി കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും. ബട്ട് അത് ഡൽഹി പോലീസ് ഹാൻഡിൽ ചെയ്തു. ഇപ്പോൾ ഈ പാർലമെൻറ്റ് സമ്മേളനത്തോട് ചേർന്ന് തന്നെ പൊളിറ്റിക്കൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്. ഈ ഡീലിമിറ്റേഷൻ ബില്ല്, വനിതാ സംവരണ ബില്ല് ഇതൊക്കെ കൊണ്ടുവരുമെന്നും അത് പാസ്സാകുമെന്നും. അത് പാസ്സാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം 3/2 ഭൂരിപക്ഷത്തിൻ്റെ വക്കിലെത്തിക്കഴിഞ്ഞു മോദി സർക്കാർ ഈ ബില്ലുകളുടെ കാര്യത്തിൽ. ഉദ്ധവ് ഠാക്കറെയുടെ ശിവസേന വീണ്ടും പിളർന്നു. 6 പേര് വീണ്ടും അതിൽ നിന്ന് പോയി. DMK പിണങ്ങിപ്പിരിഞ്ഞ് BJP-യുമായിട്ട് പ്രതിഷേധമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയുമായിട്ട് അവരടുക്കുന്നില്ല. അവർ സെപ്പറേറ്റ് ബ്ലോക്കായിട്ടിരിക്കുന്നു. TMC-യിൽ നിന്ന് 20 or 21 പേര് സെപ്പറേറ്റ് ബ്ലോക്കായിരിക്കുന്നു. അവർ പുതിയൊരു ഏതോ ഒരു മേൽവിലാസമില്ലാത്തൊരു പാർട്ടിയിൽ ലയിച്ചു. അവർ NCPI, നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ, NCPI, അങ്ങനൊരു പാർട്ടി ബംഗാളിലുണ്ട് പോലും. ആ പാർട്ടിയിലേക്ക് ഞങ്ങൾ ലയിക്കുകയാണ് എന്ന് പറഞ്ഞ് സ്പീക്കർക്ക് അവർ കത്ത് കൊടുത്തു. സ്പീക്കർ എന്ത് ചെയ്യാനാ? അംഗീകരിച്ചു, ശരിയെന്ന് പറഞ്ഞു. അവരെ സർവകക്ഷി യോഗത്തിൽ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പ്രതിപക്ഷം എല്ലാം കൂടെ ഇറങ്ങിപ്പോയി. ഇങ്ങനൊരു പാർട്ടി ഏതാണ്, ഞങ്ങൾ ഇവരെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയി. പുറത്ത് മുഴുവൻ പോയില്ല. അതിനു മുമ്പേ പറഞ്ഞു, ഇതൊരു സിംബോളിക് പ്രൊട്ടസ്റ്റാണ്, അത് ഞങ്ങൾ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വരികയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് സർവകക്ഷി യോഗത്തിൽ മീറ്റ് ചെയ്തു. കാരണം ഈ ഡീലിമിറ്റേഷൻ വലിയൊരു സാധ്യതയാണ് ലിയോ എല്ലാ പാർട്ടികളിലും. കേരളത്തിൽ 20 MP-മാരുണ്ട്. 20 LDF-കാർക്ക് മത്സരിക്കാം, 20 UDF-കാർക്ക് മത്സരിക്കാം, 20 BJP അല്ലെങ്കിൽ NDA-ക്ക് മത്സരിക്കാം. NDA-യിൽ സീറ്റ് കിട്ടാതെ നിരാശരായവരുണ്ടാകും, LDF-ലുണ്ടാകും, UDF-ലുണ്ടാകും. അതേസമയം ഇത് 30 ആകുമ്പോൾ 20ഉം 10ഉം 30 ആയി കഴിയുമ്പോൾ 30 പേർക്ക് അവസരം കിട്ടുകയല്ലേ? അപ്പോൾ അത് കുറച്ചുകൂടെ നല്ലതല്ലേ? ഓരോ പാർട്ടിയിലെയും നേതാക്കൾ നോക്കുമ്പോൾ എനിക്ക് ഇത്ര വയസ്സായി, ഇനി എന്നാ എനിക്കൊരു ലോക്സഭാ സീറ്റ് അല്ലെങ്കിൽ അസംബ്ലി സീറ്റ് കിട്ടുക? പ്രയാസമാണ്. എന്നേക്കാൾ മിടുക്കന്മാർ കൂടുതലിരിക്കുന്നു. ഇപ്പം നമ്പർ ഓഫ് സീറ്റ് കൂട്ടിക്കഴിയുമ്പോൾ എനിക്കും കൂടെ മത്സരിക്കാനൊരു അവസരം കിട്ടും. ഇതാണ്. ഇനി മത്സരിച്ച് ജയിക്കുന്ന ആളിനോ അയാൾക്ക് അയാളുടെ ഭാര്യയെ കൂടെ MP ആക്കണം. ഇപ്പം അത് നിവൃത്തിയില്ല. പാർട്ടി പറയുമ്പോൾ ചേട്ടനോ എപ്പോഴും MP-യാ, ഇനി ചേട്ടൻ്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോയി അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാകും.
പക്ഷെ വനിതാ സംവരണം വന്നു, സീറ്റിൻ്റെ എണ്ണവും കൂടി, വനിതാ സംവരണം വന്നു. അപ്പം ഞാൻ പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് കൂടെ ഇപ്പോൾ എം വി ഗോവിന്ദൻ പി കെ ശ്യാമളയെ വെച്ച പോലെ ഭാര്യയെ കൂടെ കൊടുക്കുന്നത്, ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഏർപ്പാടാണ് ഡീലിമിറ്റേഷൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലാഭം നോക്ക്, 20, 10, 30 ലോക്സഭാ സീറ്റ്, 140, 70, 210 അസംബ്ലി സീറ്റ്. എന്താ സുഖം! എല്ലാവരും സമാജ്വാദി പാർട്ടി, DMK, ശിവസേന എല്ലാവരും പറഞ്ഞു ഇത് കുഴപ്പം എന്താണെന്നേ, മോദി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മളെങ്ങനെ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, അതുമായിട്ട് യോജിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല, ഇത് താമസിക്കും തോറും മനുഷ്യൻ്റെ ആയുസ് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അതെ. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒരു 60-65 വയസ്സ് വരെയൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ കയറി പോകാനൊന്നും പറ്റില്ല, പിന്നെ ആരോഗ്യം താഴത്തേക്കാണ്. 65 വയസ്സിനുള്ളിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആയാൽ ആയി. അതല്ലെങ്കിൽ പിന്നെ വല്ല നരസിംഹറാവു പോലും ഒക്കെ ആയിരിക്കണം. നരസിംഹറാവു എല്ലാം കെട്ടിപ്പൊക്കി വെച്ചിട്ട് ആന്ധ്രയ്ക്ക് പോയപ്പോഴാണ് രാജീവ് ഗാന്ധി മരിക്കുന്നതും പുള്ളി ഓർക്കാപ്പുറത്ത് പ്രധാനമന്ത്രിയാകുന്നത്. അങ്ങനെ അത് പലപ്പോഴും അല്ലേ സംഭവിക്കുകയുള്ളൂ. നോർമൽ കോഴ്സിൽ രാഷ്ട്രീയക്കാരെല്ലാം ആഗ്രഹിക്കുന്നത് കൂടുതൽ സീറ്റുകളാണ്. ആ ഒരു എരയാണ് നരേന്ദ്രമോദി ഇട്ടുകൊടുത്തിരിക്കുന്നത്. അതിൽ എല്ലാവരും കൊത്തിയിരിക്കുന്നു. അധികം ഇത് വെച്ച് നീട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, കോൺഗ്രസ് തന്നെ ചിലപ്പോൾ ഇതിനകത്ത് പിളർന്നു വരും. അപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ബില്ലുകളൊക്കെ തന്നെ പാസ്സാകാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലും ഉള്ളത് എന്ന് തോന്നുന്നു. അല്ല, അജണ്ടയിൽ ഈ ബില്ലില്ല കേട്ടോ. അജണ്ടയിലില്ല എങ്കിലും ഇത് അവതരിപ്പിക്കാനുള്ള സാധ്യത അങ്ങ് കാണുന്നുണ്ട് അല്ലേ? അജണ്ടയിലില്ലെങ്കിൽ കാരണം സർക്കാരിന് 1 മണിക്കൂറിന്റെ നോട്ടീസ് കൊടുത്താൽ മതി ഒരു ബില്ല് അവതരിപ്പിക്കാൻ. അജണ്ടയിലുള്ളത് അവതരിപ്പിക്കാതിരിക്കാം, അജണ്ടയിൽ ഇല്ലാത്തത് അവതരിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സാഹചര്യം. CJP ഒരു താൽക്കാലിക പ്രതിഭാസമായി നിൽക്കാനുള്ള സാധ്യതയാണുള്ളത്. അതും ഒരല്പം പ്രാധാന്യം കൊടുക്കുവാൻ BJP തീരുമാനിച്ചതിൻ്റെ പേരിൽ അല്ലേ? അങ്ങനെ ഒരു അല്ല, അത് ഇന്നത്തെ ലാസ്റ്റ് മിനിറ്റ് ട്വിസ്റ്റാണ് സാധനം. CJP സ്പോൺസേഡ് ബൈ BJP. അതായത് ഈ അസംതൃപ്തരായ ആൾക്കാരെ ഒന്ന് അംഗീകരിച്ച് അവരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബഹളം അവസാനിക്കും അവിടെ വെച്ച്. ആ ഒരു തന്ത്രമാണ് BJP പയറ്റുന്നത് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കോൺഗ്രസിൻ്റെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് എനിക്കും തോന്നുന്നു. അതെ. ഈ വിഷയം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേറ്റ ഒരു കൂരമ്പായി മാറും. പാവം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. CJP ഇനി എങ്ങോട്ട് പോകും, ഏത് തരത്തിലായിരിക്കും അവരുടെ ആവശ്യങ്ങളും പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുന്നത്, ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞോ എന്നുള്ളതും വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.